ഹായ് ഗായ്സ്, മാർക്കറ്റ് മേഷോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ ഒരു വീഡിയോ ഞാൻ എൻ്റെ പുതിയൊരു വീഡിയോ സീരീസ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ എൻ്റെ ആ വീഡിയോ സീരീസിന് ഫസ്റ്റ് വീഡിയോ ആയിട്ടാണ് വീഡിയോ ആയിരിക്കും ഇത്. സോ ബേസിക്കലി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും കഴിഞ്ഞ ദിവസത്തെ മേജർ ഓർഡർ വിൻസ് നടത്തിയിട്ടുള്ള കമ്പനീസും എത്രയാണ് ഓർഡർ വാല്യൂ, അതുപോലെ എന്തിനാണ് ആ ഓർഡർ, ഏത് സെക്ടറിലേക്കായിരിക്കാം അല്ലെങ്കിൽ ഏത് സെക്ടറിൽ നിന്നാണ് ഈ ഒരു ക്യാഷ് ഫ്ലോ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ലൈറ്റായിട്ട് ഒന്ന് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോൻ്റെ അല്ലെങ്കിൽ ഈ വീഡിയോ സീരീസിൻ്റെ മേജർ ഉദ്ദേശം. സോ ബേസിക്കലി ഇന്നത്തെ ഡേറ്റ് നമ്മൾ 6th ജൂലൈ ആണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടായിരുന്ന ഓർഡർ വിൻസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. മെയിൻലി ഞാൻ എടുത്ത് നോക്കിയപ്പോൾ 2 മേജർ ഓർഡർ വിൻസ് ആണ് NSE അല്ലെങ്കിൽ BSEൻ്റെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഓർഡർ വിൻ എന്ന് പറയുന്നത് ഡയാക്യാബ്സ് എന്ന് പറഞ്ഞ കമ്പനിക്കാണ്. സോ ഡയാക്യാബ്സിൻ്റെ ഫുൾ ഫോം ഡയമണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. സോ ഡയാക്യാബ്സിന് ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ 435 crore വർത്ത് ഓഫ് ഓർഡേഴ്സാണ് കിട്ടിയിരിക്കുന്നത്. റൈറ്റ്. രണ്ടാമത്തെ കമ്പനി എന്ന് പറഞ്ഞാൽ GK എനർജിയാണ്. സോ GK എനർജിക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ 235.92 crores വർത്ത് ഓർഡേഴ്സാണ്. റൈറ്റ്. സോ ബേസിക്കലി ഇവിടെ ഞാൻ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു സ്റ്റഡി ഞാൻ ChatGPTയിൽ ചോദിച്ചു ഈ ഒരു ഓർഡേഴ്സിനെ കുറിച്ച്. സോ ബേസിക്കലി റീസെൻറ്റ് ഓർഡേഴ്സ് നോക്കിയുമ്പോൾ സോ ഈ ഒരു 435 crore ഓർഡർ എന്നുള്ള കേസ് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ഓഫ് HT and LT പവർ കേബിൾസ്. സോ ബേസിക്കലി പവർ കേബിൾസ് സപ്ലൈ ചെയ്യാനാണ് ഈ ഓർഡേഴ്സ്. അതുപോലെ ഇത് ഡേറ്റാ സെൻറ്റർ വേണ്ടിയിട്ടാണ് ഈ കേബിൾസ് ഉപയോഗിക്കുന്നത്. ബേസിക്കലി ഡയമണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഈ ഒരു പെർട്ടിക്കുലർ ഓർഡർ കിട്ടിയത് ഡേറ്റാ സെൻറ്റർ കേബിൾസിന് ഉള്ള ഓർഡേഴ്സാണ്. സോ ബേസിക്കലി ഇത് ലിങ്ക് ആവുന്നത് AI എന്ന ഒരു തീമിലേക്കാണ്. സോ അത് വളരെ നല്ലൊരു തീമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക് നമ്മുടെ റഡാറിൽ വെക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ ഒരു ജനുവരി സമയത്ത് ഒരു 72.51 crores ഒരു ഓർഡർ ലാർസൻ ആൻഡ് ടൂബ്രോ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ബേസിക്കലി സപ്ലൈ ഓഫ് പവർ കേബിൾസിന് വേണ്ടിയിട്ടാണ്. സോ ബേസിക്കലി അതുപോലെ തന്നെ ChatGPT പറയുന്നത് മൾട്ടിപ്പിൾ ലെറ്റേഴ്സ് ഓഫ് ഇൻറ്റൻറ്റ്, അതായത് ഈ ഒരു കമ്പനിക്ക് മാർച്ച് ഏപ്രിൽ സമയത്ത് ഒരുപാട് മൾട്ടിപ്പിൾ ലെറ്റേഴ്സ് ഓഫ് ഇൻറ്റൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതായത് വീണ്ടും ഓർഡർ ബുക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണെന്നാണ് പറയുന്നത്. സോ 435 + 72 crore. അപ്പോൾ ഇതാണ് റീസെൻറ്റ് ഓർഡർ ബുക്സ് ഓഫ് ഡയാക്യാബ്സ്. GK എനർജി ലിമിറ്റഡിലേക്ക് വന്നാൽ ഇന്നലത്തെ ഓർഡർ എന്ന് പറയുന്നത് 235 crore ആണ്. അത് എന്തിനാണ്? സോളാർ പമ്പ് ഓർഡേഴ്സാണ്. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി. സോ ഗവൺമെൻറ് ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. സോ ഓവറോൾ ഓർഡർ ബുക്ക് നോക്കുകയാണെങ്കിൽ ഫോളോയിങ് റീസെൻറ്റ് മീൻസ് കമ്പനി ഇൻഡിക്കേറ്റ്. സോ ബേസിക്കലി 210 കോടിയുടെ ഒരു ഓർഡർ ബുക്ക് ഓൾറെഡി കമ്പനി ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. റീസെൻറ്റ് ഓർഡേഴ്സ്, ഈ ഓർഡർ കൂടാതെ പഴയ റീസെൻറ്റ് ഓർഡേഴ്സും കൂടെ നോക്കുമ്പോൾ 710 കോടിയുടെ റവന്യൂ വിസിബിലിറ്റി കമ്പനിക്കുണ്ട്. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആവാൻ ചാൻസ് ഉണ്ട് ഈ ഒരു കമ്പനിയിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ ഒബ്വിയസ്ലി നമ്മൾ ജസ്റ്റ് ഓർഡർ വിൻ മാത്രം നോക്കിയിട്ടല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഒബ്വിയസ്ലി ഈ ഓർഡർ വിൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഓർഡർ ബുക്ക് എക്സ്പാൻഷൻ എന്ന കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നമ്മൾ കണക്കിലെടുക്കാം. ഒരു കമ്പനി നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്റ്റോക്ക് ബൈ ചെയ്തത് ഒരു മൾട്ടിപ്പിൾ ക്വാർട്ടേഴ്സിലേക്കൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഓർഡർ ബുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കണക്കിലെടുക്കാവുന്നതാണ്. സോ ഇതാണ് 2 കമ്പനികൾ, മെയിനായിട്ട് ഓർഡർ ബുക്ക് എക്സ്പാൻഷൻ വന്നിട്ടുള്ള 2 കമ്പനികൾ. ഒന്നാമത്തെ ഡയാക്യാബ്സ്, അതുപോലെ തന്നെ രണ്ടാമത്തെ GK എനർജി. സോ ഡയാക്യാബ്സ് എടുത്തു കഴിഞ്ഞാൽ ഫ്രൈഡേ ക്ലോസ് ചെയ്തത് ഒരു 5.42% ഗ്യാപ്പ് ഡൗൺ ആയിട്ടായിരുന്നു. അവിടെ നിന്ന് ഈ ഒരു ഓർഡറിൻ്റെ ബേസിൽ തന്നെ ആയിരിക്കണം ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നു. ദാറ്റ് ഈസ് 7% ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം ഇത് അതിൻ്റെ ഹൈസിൽ പോയി ക്ലോസ് ചെയ്തിരിക്കാൻ. സോ ബേസിക്കലി 10% അപ്പർ സർക്യൂട്ടിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. സോ ഡെഫിനറ്റ്ലി ഇന്നത്തെ ദിവസം ഈ ഒരു ന്യൂസ് ബേസ് തന്നെയുള്ള സ്ട്രോങ് ക്ലോസ് ആണ്. പക്ഷേ നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു ചോപ്പി ആയിട്ട് നിൽക്കുകയാണ് ബേസിക്കലി ഈ ഒരു ലെവലിലൊക്കെ ഈ ഒരു സ്റ്റോക്ക്. പക്ഷേ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ വലിയ നല്ല ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ മേ ബി ഈ വീണ്ടും ഒരു സ്ട്രെങ്ത്ത് 2-3 ദിവസം സ്ട്രെങ്ത്ത് കാണിച്ച് നല്ലൊരു ഫ്ലാഗ് വരികയാണെങ്കിൽ മേ ബി ട്രേഡ് ചെയ്യാം നിങ്ങൾക്ക്. GK എനർജീൻ്റെ
ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് അത്ര നല്ലൊരു ചാർട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അറ്റ്ലീസ്റ്റ് ഇതൊരു വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിനൊക്കെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നല്ലൊരു സ്ട്രോങ് ക്ലോസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതിനെ മേ ബി കൺസിഡർ ചെയ്യാം. പക്ഷേ റൈറ്റ് നൗ എനിക്കൊരു ടെക്നിക്കൽ സ്ട്രക്ചർ വെച്ചിട്ട് ഇതൊരു നല്ലൊരു സ്റ്റോക്കാണ് എനിക്ക് തോന്നുന്നില്ല. ഒബ്വിയസ്ലി ഫണ്ടമെൻ്റലി ഇതൊരു നല്ല സ്റ്റോക്ക് ആവാനുള്ള പ്രോബിലിറ്റി വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഒരു 700 crore വിസിബിലിറ്റി ഇതിന് ഓൾറെഡി ഉണ്ടെന്ന് നമ്മളിവിടെ വായിച്ചിരുന്നു. ഇതിൻ്റെ റവന്യൂ വിസിബിലിറ്റി ഒരു 700 crore ഉണ്ടെന്ന് നമ്മളിവിടെ വായിച്ചിരുന്നു. എവിടെ 710 crore റവന്യൂ വിസിബിലിറ്റി ഉണ്ടെന്നാണ് ഓൾറെഡി ChatGPT പറയുന്നത്. സോ നമുക്കിതിനെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ വെച്ചിട്ട് വരുന്ന ദിവസങ്ങളിൽ നല്ല പ്രാക്സേഷൻ തരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ഈ രണ്ട് മേജർ 2 സ്റ്റോക്സ് ദാറ്റ് വി ഷുഡ് കൺസിഡർ ഫോർ ട്രേഡിങ് ഓർ നോട്ട് ട്രേഡിങ്. നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ എടുത്ത് വയ്ക്കാൻ പറ്റിയ 2 സ്റ്റോക്സാണ് ബേസിസ് ആൻഡ് ദെൻ ഓർഡർ വിൻസ്, റൈറ്റ്. സോ ഓർഡർ വിൻസ് കിട്ടിയ 2 മേജർ സ്റ്റോക്സാണ്. സോ ഇന്ന് ഈ 2 ഓർഡർ വിൻസും ഇന്നലെയാണ് നടന്നത്, അല്ലെങ്കിൽ BSE ഇന്ന് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് ഇന്നലെയാണ്. സോ ഇന്ന് അപ്ഡേറ്റ് ചെയ്ത ഓർഡർ വിൻസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് നാളെ ഈ സീരീസിൻ്റെ സെക്കൻഡ് പാർട്ട് കാണാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.